Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപഴമാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പഴുപ്പ് കൂടണമെന്നൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ ഇതിലേക്ക് എടുക്കുക. ഇനി ചെറുപഴത്തിന് പകരമായിട്ട് നേന്ത്രപ്പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം എടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കാരണം പഴമൊക്കെ ഉടച്ചെടുത്ത് ഒരു വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സാക്കി ഇടണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നേരിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ട് ഇനി ഇതിലേക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടത് കാരണം നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട, എന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് താഴ്ഭാഗം ഏകദേശം ഒന്ന് കളറൊക്കെ മാറി ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇനി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചത് കാരണം ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്നാക്ക് തന്നെയായിരിക്കും. അപ്പോൾ വീട്ടിൽ പഴമൊക്കെ പഴുപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. പെട്ടെന്ന് പാത്രം കാലിയാവുകയും ചെയ്യും, പഴം വേസ്റ്റായി പോവുകയില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.